അൻവറിനെ രാഷ്ട്രീയമായി അവഗണിക്കാൻ UDF. നിലമ്പൂരിലേത് UDF LDF പോരാട്ടമാണെന്ന് നേതാക്കൾ പറഞ്ഞു. ആ അധ്യായം അടച്ചെന്നായിരുന്നു അടൂർ പ്രകാശിന്റെ പ്രതികരണം. അൻവറിനെ വഞ്ചകനായി ചിത്രീകരിച്ചാണ് LDF പ്രചാരണം. അതിനിടെ VD സതീശനെതിരായ ലീഗിലെ വിമർശനം സംബന്ധിച്ച വാർത്ത MK മുനീർ തള്ളിയില്ല. അൻവറുമായി സഹകരണ സാധ്യത പൂർണ്ണമായി തള്ളാതെ ഇന്നലെ വരെ സംസാരിച്ച UDF കൺവീനർ അടൂർ പ്രകാശും ഇന്ന് നിലപാട് കർക്കശമാക്കി. സാമാന്യ മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ശ്രീ PV അൻവർ മുമ്പോട്ട് പോയി എന്ന യാഥാർത്ഥ്യങ്ങൾ കൂടി ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് തന്നെ ഒരു അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുന്നു. അൻവറിനെ രാഷ്ട്രീയമായി അവഗണിച്ചു പോകാനാണ് UDF നേതാക്കളുടെ തീരുമാനം. നേതാക്കളുടെ പ്രതികരണങ്ങളിൽ അത് പ്രകടമായി. അത് പൊളിറ്റിക്കൽ ഡിസിഷൻ അല്ലേ? കോൺഗ്രസ് ആദ്യം എടുത്തു, അത് കഴിഞ്ഞ് UDF എടുത്ത പൊളിറ്റിക്കൽ ഡിസിഷനാ. അതിൽ പിന്നെന്താണ് ആശങ്കയ്ക്കിടയുള്ളത്? PV അൻവറിനെ വഞ്ചകനായി ചിത്രീകരിക്കുന്ന CPM സമീപനവും അനുകൂല ഘടകമായി UDF കാണുന്നു. ഇവിടെ വഞ്ചനയിലൂടെ ആദ്യം കരുതിയത് അൻവർ UDF ചേക്കേറാനാണ്. മറ്റൊരു പാർട്ടിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ മാത്രമുള്ള വിവരമേ അൻവറിനുള്ളൂ. ഇന്നലെ നടന്ന ലീഗ് നേതൃയോഗത്തിൽ VD സതീശനെതിരെ വിമർശനമുയർന്നെന്ന വാർത്ത MK മുനീർ തള്ളാത്തത് ശ്രദ്ധേയമായി. അല്ല, നമുക്ക് ഇതിന്റെ അകത്ത് നടന്ന കാര്യം എനിക്ക് പുറത്തു പറയാൻ പറ്റില്ല. ഇന്ന് വൈകിട്ട് UDF യോഗം നിലമ്പൂരിൽ ചേരാനും തീരുമാനിച്ചിട്ടുണ്ട്. PV അൻവറിനെ അവഗണിച്ച് സർക്കാരിന്റെ വീഴ്ചകൾ ചർച്ചയാക്കി തെരഞ്ഞെടുപ്പ് അജണ്ട സെറ്റ് ചെയ്യാനാണ് UDF ശ്രമിക്കുന്നത്. അനൂപ് ശീക്കൂറിനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, നിലമ്പൂർ.